പുത്തൂരം വീട്ടിൽ ജനിച്ചവരല്ല എന്നുള്ള ട്യൂണ് മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള പഴമ ഉള്ള അതിൽ നിന്നാണ് ദേവരാജ മാസ്റ്റർ എടുത്തു വെച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരാൾ ഇതിലെങ്ങാണ്ട് എഴുതി. 3000 പാട്ടുണ്ടാക്കിയ ആള് അതെടുത്ത് വെച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ദേവരാജ മാസ്റ്ററിന്റെ ട്യൂൺ എടുത്ത് ഈ വൃത്തം ചേർന്നുകൊണ്ട് തിരിച്ചാണ് ആളുകൾ വെച്ചത്. ഇതാണ് കറക്റ്റ്. അപ്പൊ അതിനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. 1972 ആരോമലുണ്ണി എന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പുത്തൂരം വീട്ടിൽ എന്നുള്ള ആ ഈണമുള്ള മാവേലി നാടുവാണിയിടും 72 മുമ്പ് ആരെങ്കിലും ഈ നൊട്ടേഷനോ ഈ ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ പാടുകയോ അല്ലെങ്കിൽ ഓഫീസ് പാടുകയോ എവിടെയെങ്കിലും പാടുന്നവരെണ്ണം തെളിയിച്ചാൽ ഇത് അംഗീകരിക്കാം. ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. അതിനു മുമ്പെയുള്ള മാവേലിയുടെ ട്യൂൺ ഏതെന്ന് അറിയാം. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇതാണ് പരമ്പരാഗത ട്യൂൺ. ഇതാണ് കുമ്മി ട്യൂണാണ്. ആ ട്യൂണിന് പിന്നെ ദേവരാജ മാസ്റ്ററിന്റെ പുത്തൂരം കന്നപ്പോ ഒരേ വൃത്തമായിട്ട് ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പൊ പറയുന്നത് ദേവരാജ മാസ്റ്റർ അത് നിർത്തും എന്നാണ് പറയുന്നത്. ഞാൻ 93 മാസ്റ്ററിൽ പറയുന്നു, മാസ്റ്ററെ പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാത്തിന്റെ ട്യൂണാണ് ഇപ്പൊ മാവേലി നാടുവാണ് എല്ലാവരും പാടുന്നത് പറഞ്ഞു. മാസ്റ്റർ പറഞ്ഞു അത് സെയിം വൃത്തമായി, അതുകൊണ്ടാണ് അത് ആരോ അങ്ങനെ പാടിയപ്പോൾ അത് നല്ല ചേർച്ചയുണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് പാടുക. ഇനി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മാവേലി നാടുവാണ് എന്നുള്ള എന്റെ ട്യൂണ് ഞാൻ അതിന്ന് എടുത്തു എന്ന് സമൂഹം ചിലപ്പോൾ പറഞ്ഞു പോകാം എന്ന് മാസ്റ്റർ എൻ്റെ പറഞ്ഞു. ദീർഘവീക്ഷണമാണ്.